ഹലോ സുഹൃത്തുക്കളെ, ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയപ്പോൾ വിമാനം പൊങ്ങുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. ഇതാണ് പടക്കം പൊട്ടിക്കുന്നത് കണ്ടോ. അങ്ങ് ദൂരെ കാക്കകളുടെ ഒരു കലഹമാണ്. അവിടേതാ എയർപോർട്ടുകളിൽ ഇങ്ങനെ പടക്കം പൊട്ടിച്ച് ആൾക്കാർ കാക്കേനെ ഓടിക്കുന്ന രംഗം. അതാ ഒന്ന് പൊട്ടിച്ച്, രണ്ട് പൊട്ടിച്ച്, ഓടി നടന്ന് അവിടുത്തെ സെക്യൂരിറ്റികൾ പൊട്ടിക്കുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴത്തേക്ക് അത് അവിടെ മുകളിൽ കാക്കയും പരുന്തും, ഇത്രയും ശല്യമുള്ള ഒരു പക്ഷികളെയും കൊണ്ട് ശല്യമുള്ള ഒരു എയർപോർട്ട് വേറെ ഇല്ലാന്ന് തോന്നുന്നു. പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ കേട്ടോ. ശബ്ദം പടക്കം പൊട്ടൽ മാത്രമേ ഉള്ളൂ ശബ്ദം. അതവിടെ ദൂരെ ഇപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിക്കും. പുക പോണ കാണാലോ. അത് പോകാൻ നല്ല സൗകര്യമുള്ള എയർപോർട്ടാണ്. എന്തോരം സ്ഥല സൗകര്യങ്ങളാണെന്നറിയോ. ചുറ്റുപാടും എല്ലാ സൗകര്യങ്ങളുണ്ട്. അതാ ഒരു വിമാനം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറക്കുന്നത് എവിടുന്നാന്ന് നമുക്ക് മനസ്സിലാവില്ല, അത് കാണാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള രംഗങ്ങളെല്ലാം കാണാം. അവിടെ പടക്കം പൊട്ടിച്ചു കണ്ടോ. വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും സൗകര്യമായിട്ട് കാണുന്ന എവിടെ ഇല്ലയെന്ന് തോന്നുന്നു. വിമാനം കാണാൻ കഴിയുന്നത് അങ്ങേ വശത്തൊക്കെ ഇങ്ങനെ വിമാനം. അതവിടെ ഒരു പടക്കം പൊട്ടിച്ചു. ഇത്രയും സൗകര്യത്തോടു കൂടി കാണാൻ കഴിയില്ല, എവിടെയും കാണാൻ കഴിയില്ല. കോഴിക്കോട് വിമാനത്താവളമൊക്കെ നമുക്ക് പിന്നെ എക്സിറ്റ് അവിടെ മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങോട്ടേക്കൊന്നും നമുക്ക് ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ എല്ലാ ഭാഗവും അവർ പാസഞ്ചേഴ്സ് കയറിപ്പോയാലും നമുക്കവിടെ നിന്ന് ഇതെല്ലാം കാണാം. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ എന്തൊരു ഭംഗിയാണോ. ചെടി നിറച്ച് നട്ട് വെച്ച്. രാത്രിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ലേറ്റാണ്. അത് പടക്കം പൊട്ടിക്കണുണ്ടോ, പുക പോകണുണ്ടോ. അതവിടെയൊക്കെ കാക്ക പറന്ന് നടക്കുക കണ്ടോ. പരുന്തോ കാക്ക എന്തോ പറന്ന് നടക്കുകയാണ്. ഇത്രയും പടക്കം പൊട്ടിച്ചിട്ടും അവിടെ ഇങ്ങനെ പക്ഷികൾ എന്താണ് പറന്ന് നടക്കണേ കണ്ടോ. പക്ഷികളങ്ങ് ദൂരെ പറന്ന് നടക്കുകയാണ്. അതാ കാക്ക. ഒരുപാട് പ്ലെയിൻ ഉണ്ട് അവിടെ. അങ്ങേ വശമൊക്കെ ചുറ്റി ഇങ്ങനെ പ്ലെയിൻ പറന്ന് ഇങ്ങനെ പിന്നെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ഇതിൻ്റെ ചുറ്റുപാടുണ്ട്. ഇത് എവിടുന്ന് പറക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്തേക്ക് ആളെയൊന്നും വിടൂലല്ലോ, അതുകൊണ്ട് കാണാൻ കഴിയില്ല കേട്ടോ. ഇവരുടെ അടുത്ത് തോക്കുണ്ട്, എത്രയോ ദൂരത്തേക്ക് വെടിയുണ്ട പായുന്നത്. ഇതാ ഇവരുടെ അടുത്ത് ദൂരെന്ന് വരുന്ന ആൾക്കാരെ കാണാനുള്ള. ഇതാണ് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗി. ആ റിസോർട്ടിലൊക്കെ നട്ടുവെക്കുന്ന ചേമ്പില്ലേ, അതിനെന്താ പറയുക, പേരൊക്കെ മറന്നുപോയി അതിൻ്റെയൊക്കെ, അതുകൊണ്ട് പറയാൻ കഴിയില്ല. പോകുന്ന വഴിയൊക്കെ കണ്ടോ എത്ര ഭംഗിയാണെന്ന്. ഇതുപോലെ നമ്മുടെ നാടും ഇതുപോലെയൊക്കെ ആക്കാൻ കഴിയില്ലേ. ഈ കേരളത്തിൽ ഇങ്ങനെ മനോഹരമാക്കാനുള്ള സാധ്യതകളൊക്കെ ഇല്ല. എന്നിട്ട് എന്താണ് ഇവിടെ ഇങ്ങനെ. അങ്ങനെ സാധ്യതകളുള്ളവരെല്ലാം അവർ പാർട്ടി ഇടപെട്ട് അതില്ലാതാക്കും. അതാണ് ഒരു സംരംഭകർ ഇവിടേക്ക് വന്നാൽ അവരെ അതിനെ ഇല്ലാതാക്കുകയാണ് എല്ലാവരും. പ്രോത്സാഹനം കൊടുക്കുകയില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. അതിൻ്റെ ഉള്ളിലൊക്കെ ഫ്ലവർ വൈസ് ചെടികളാണ് കേട്ടോ. ആ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഫ്ലവർ ആണ്. അതിൻ്റെ ഉള്ളിൽ എത്രയോ സ്ഥലങ്ങളിൽ ആ ചെടി അങ്ങറ്റമൊക്കെ കണ്ടോ. അതൊക്കെ ചെടികളാണ് കേട്ടോ. എന്ത് വൃത്തിയാന്ന് നോക്കിയേ.
ഉണ്ടോ എന്ത് ഭംഗിയാ. ഇതിൻ്റെ ഉള്ളുഭാഗമൊക്കെ പച്ചപ്പുണ്ട്. സൂപ്പറാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും തുടങ്ങിയാൽ, ആരെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തുടങ്ങിയാൽ അത് പാർട്ടിക്കാരും ഇടപെട്ട് ബാങ്കുകാരും ആരും ഒരു ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാതെ എല്ലാവരും ആത്മഹത്യ വക്കിലേക്ക് പോകുന്നത് കണ്ടോ. അല്ലെങ്കിൽ അവർ നിർത്തിപ്പോകും. ബാങ്ക് ലോൺ എടുത്തവരൊക്കെ ഒരു സഹായം ചെയ്യാൻ സർക്കാർ സഹായിക്കുകയാണെങ്കിൽ എന്തെല്ലാം സംരംഭങ്ങൾ ഈ ഇവിടെ കൊണ്ടുവരാം. ഒന്നുകിൽ പാർട്ടിക്കാർ ചെല്ലും അവിടേക്ക്, അവർ തന്നെ ചെന്ന് ഏത് പാർട്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ആരാണെങ്കിലും അതിലിടപെട്ട് അത് ആ സംരംഭകനെ ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കേരളത്തിൽ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥ. എന്താ അങ്ങനെ? ഒരു സംരംഭകനെ വിജയിപ്പിക്കാതെ ഇങ്ങനെ സർക്കാർ എത്ര നീചമായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അവർക്കും അവരുടെ മക്കൾക്കും മാത്രം ജീവിക്കുന്ന ഓരോ സർക്കാരും ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മക്കൾ ഇതുപോലെ ദൂരദേശങ്ങളിൽ പഠിക്കുക, അവർ സമ്പാദിക്കുക. അതാ ഒരു പ്ലെയിൻ പോകുന്നു. നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കി നിൽക്കാൻ. ഇവിടേക്ക് വരുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എത്രയോ കിലോമീറ്ററാണ് ഇതൊക്കെ ഉള്ളത്. ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ ഭംഗിയാണ്. ഭയങ്കര രസം. മനോഹരി നിൻ മനോരഥത്തിൽ ഞാൻ കണ്ടോ എത്ര ഏക്കറാണെന്നേക്ക്. ഇതിൻ്റെ ചുറ്റുപാടും നമുക്ക് കണ്ടാസ്വദിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഭയങ്കര രസമാണ്. ഇതൊക്കെ എങ്ങനെ കണ്ട് തന്നെ അറിയണം ഇതിൻ്റെ ഭംഗി. എത്ര കണ്ടാലും മതിയാവില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. നമ്മുടെ കോഴിക്കോട്ട് എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ ചെന്നാൽ എന്തൊരു തിരക്കാണ്. അവിടെയൊക്കെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ? ചുറ്റിക്കറങ്ങി കണ്ട. അതിൻ്റെ ഉള്ളൊന്നും കൂടെ കാണിക്കാം. ഭയങ്കര രസം കേട്ടോ. കണ്ടിട്ട് മതിയാവാത്ത ഒരു ഇത് പോകാൻ ലാസ്റ്റ്. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു എല്ലാവർക്കും നന്ദി.